വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എക്സ്റ്റൻഷന്, അതായത് നിലവിൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ചെയ്തിട്ടുള്ള വീടുകൾ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് കുറച്ച് മുമ്പേ 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചില ആളുകൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് 2 നില വീട് ആഗ്രഹിച്ചിട്ട് 1 നില മാത്രം ഗ്രൗണ്ട് മാത്രം ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. പല കാരണങ്ങളാണ്. സൗകര്യക്കുറവുണ്ടാവും, അതേപോലെ തന്നെ വീടിൻ്റെ ചില മറ്റു രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ വീട് മുകളിലേക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് വീടെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാവില്ല എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാവാം ചിലപ്പോൾ ആ ഒരു വീടിൻ്റെ പണി നമ്മൾ തീർത്തിട്ടുണ്ടാവാം. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള വീടിൻ്റെ നിലവിലെ പ്ലാന് അല്ലെങ്കിൽ ഡിസൈന് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണ്ടിയിട്ട് മാത്രമായിട്ടാവാം ചിലപ്പോൾ അന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അപ്സ്റ്റെയറും കൂടെ നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്സ്റ്റെയറിൽ മുകളിലേക്കുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത്, എന്തെല്ലാം ഫെസിലിറ്റീസ്, ബെഡ്റൂമുകൾ എത്ര വേണം, അറ്റാച്ച്ഡ് എത്ര ടോയ്ലറ്റ്സ് എത്ര, ഏതൊക്കെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വേണം, മേലെ ഹാളിൻ്റെ ആവശ്യമുണ്ടോ, ബാൽക്കണി വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് നമ്മൾ മേലെ കാണേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മുകളിലേക്ക് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലേ ഔട്ട് നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് പ്രകാരം നമ്മളൊരു ലേ ഔട്ട് വരയ്ക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു ലേ ഔട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ വീടിൻ്റെ താഴത്തെ ഫ്ലോർ എങ്ങനെയാണോ അതേ ഫ്ലോർ അതുപോലെ തന്നെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ അങ്ങനെ പാടുള്ളൂ എന്നുള്ള ഈ ചിന്താഗതി, തെറ്റായ ധാരണ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വീടുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അല്ല, ശരിക്കും നമുക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് മുകളിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു വൃത്തിക്ക് നമ്മൾ വേണ്ട റിക്വയർമെൻറ്റ് പ്രകാരമുള്ള പ്ലാന് നമ്മൾ ആദ്യം എഞ്ചിനീയേഴ്സിനെയോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനെയോ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അവർ മുഖേന ഒരു പ്ലാന് നമ്മൾ വരയ്ക്കുക. കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3D കൂടെ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അപ്സ്റ്റെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആളുകൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ മുകളിലേക്ക് കെട്ടി പൊങ്ങിയിട്ട് ലിൻഡലും വാർപ്പൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു കൂരയിട്ട് വാർത്ത് താമസിക്കാനുള്ള ഉദ്ദേശം ചെയ്യുന്നവർ പലരും ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മുടെ നിലവിലെ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അതായത് പല ആളുകളും ഇപ്പോൾ നിലവിൽ ചിലപ്പോൾ പോർച്ച് ഇല്ലാത്ത ആളുകൾ, കാർ പോർച്ച് ഇല്ലാത്ത ആളുകളാവാം, അല്ലെങ്കിൽ നിലവിലുള്ള സിറ്റ് ഔട്ട്, വീട്ടിലുള്ള ഫ്രണ്ടിലത്തെ വരാന്ത ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വലുപ്പമില്ലാത്തവരാവാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫേസ് ചിലപ്പം വീട് പണി ആദ്യം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മുൻഭാഗം ഉദ്ദേശിച്ച ഭാഗം ചിലപ്പോൾ പിന്നീട് എന്ത് ചെയ്യും, മുൻഭാഗം ചിലപ്പോൾ നമ്മൾ വേറൊരു വശത്തേക്ക് നമുക്ക് തിരിക്കണം എന്നൊക്കെ ഉദ്ദേശങ്ങളൊക്കെ പല ആളുകൾക്ക് ഉണ്ടാവാം. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിൽ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, കൂടെ അതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു 3D കൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള വീട് വേറൊരു ലുക്കിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സിനെ ആർക്കിടെക്ട്സിനൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസുകളും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു, ഒന്ന് പ്ലാൻ വരയ്ക്കുക, അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു 3D നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, നമുക്കറിയാം നിലവിലുള്ള താഴെയുള്ള അതുപോലെ തന്നെ താഴെ എങ്ങനെയാണോ നമ്മൾ റൂമുകളും ഹാളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം രീതിയിലാണോ ചേഞ്ചസുകൾ നമ്മൾ വരുത്തിയിട്ടുള്ളത്, ചേഞ്ചസുകൾ എന്തൊക്കെയാണോ നമുക്ക് മുകളിലേക്ക് വരുന്നത്, സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് താഴെയുള്ള അതേ പ്ലാൻ തന്നെ മുകളിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ താഴെയുള്ള ചുമരിന് കണക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മാത്രമേ ചുമരെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതേ പ്ലാനിലേക്ക് നമ്മൾ പോകുന്നത്. ശരിക്കും താഴെ ചുമരില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു ബീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലോറിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ചുമര് കിട്ടുന്നതിന് പ്രശ്നമില്ല, പ്രയാസമില്ല.
അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ താഴെയുള്ള ബെഡ്റൂമുകളൊക്കെ ചിലപ്പോൾ സൗകര്യം കുറഞ്ഞതാവാം, ചെറിയ ബെഡ്റൂമുകളാവാം. അപ്പോൾ നമുക്ക് ഈ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വലുപ്പമുള്ള ബെഡ്റൂമുകളും ഹാളും കാര്യങ്ങളും ടോയ്ലറ്റൊക്കെ നമുക്ക് മേലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഗ്രൗണ്ട് മാത്രം ചെയ്തത് കൊണ്ട് തന്നെ മുകളിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ മുകളിൽ നമ്മൾ ടോയ്ലറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ നമുക്ക് ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലാബിൽ സങ്കൺ സ്ലാബ് നമ്മൾ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ പോകും. ശരിക്കും അത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂം വരുന്ന ഭാഗങ്ങളിൽ മാത്രം എന്ത് ചെയ്യണം, നമ്മൾ കെർബ് കൊടുക്കുക എന്നുള്ളതാണ്, ബീഡിങ് കൊടുക്കുക എന്നുള്ളത്, കോൺക്രീറ്റിന്റെ ബീഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഭിത്തി താഴെ ചുമരില്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ബീം കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ബാത്റൂം വരുന്ന ഭാഗങ്ങളിൽ കെർബ് കൊടുക്കുക എന്നുള്ളത്. കെർബ് കൊടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നമുക്കറിയാം സ്ഥിരമായിട്ട് വാട്ടർ കണ്ടന്റ് വെള്ളം സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യരുത്, വീടിന്റെ മറ്റുള്ള റൂമുകളിലേക്കും ഓവറായിട്ട് ലീക്കേജ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ മതിൽ ചെയ്യുന്നതിന് പകരം ബാത്റൂമിന്റെ ഭാഗങ്ങളിൽ നമ്മൾ കെർബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടെ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ലീക്ക് പ്രൂഫ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബാത്റൂമിന്റെ കേസ് മാത്രമല്ല, നമ്മൾ ഓപ്പൺ ടെറസ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന ചുമരുകൾ ഏതാണോ ആ ചുമരിലും നമ്മൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ കെർബ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഡയറക്റ്റ് നമ്മൾ വീടിനുള്ളിലേക്ക് നമുക്ക് അത് ഒഴിവായി കിട്ടും. കാരണം ഓപ്പൺ ടെറസിലൊക്കെ തീർച്ചയായും മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും അവിടെ കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. ഈ സ്ലോപ്പ് കൊടുത്താലും വെള്ളം മേ ബി ചിലപ്പോൾ കെട്ടിക്കിടന്ന് എനിക്ക് തെറിക്കുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീടിനുള്ളിലേക്ക് വരുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ മോഡേൺ ടൈപ്പ് ഡിസൈനിലാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്ലാറ്റ് ഡിസൈനിലൊക്കെ കൂടുതലും ഫ്ലാറ്റ് സൺഷെയ്ഡുകളും ഫ്ലാറ്റ് സ്ലാബുകളും മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉള്ള ഡിസൈനിലാണ് നമുക്ക് വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതായത് പ്രോപ്പറായിട്ട് സൺഷെയ്ഡും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് ലീക്കേജ് വരിക, അല്ലെങ്കിൽ നിലവിലുള്ള സ്ലാബിൽ പ്രോപ്പർ സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട് വെള്ളം കെട്ടി നിന്നിട്ട് ലീക്ക് വരിക, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് സ്ലാബിന്റെ മുകളിൽ സ്ലോപ്പായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യും, അതൊരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത ലെവലിൽ നമ്മൾ സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ടിൽ എത്രയാണോ നമ്മളൊരു ഹൈറ്റ് കൊടുത്തുള്ളത് അതിനേക്കാളും കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മേസൻറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്ലോപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും തമ്മിൽ ഒരു ചെറിയൊരു സ്ലോപ്പ്, ഇത് നമുക്ക് ഡിസൈനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മീൻസ് കാണാത്ത രീതിയിലേക്ക് നമുക്ക് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസൈന് ശരിയാണെന്ന് അറിയാത്ത രീതിയിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ സ്ലോപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ നേരെ വെള്ളം എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തേക്ക് പോകുന്നുണ്ടാവും. പിന്നെ അത് മെയിൻ സ്ലാബിൽ മാത്രമല്ല, പ്രോപ്പർ സൺഷെയ്ഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ലീക്കേജോ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വലിയ വിൻഡോസ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്, വലിയ വിൻഡോകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വലിയ വിൻഡോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശരിക്കും സാധാരണ കൊടുക്കുന്ന ലെങ്ത്തിലല്ല സൺഷെയ്ഡ് നമ്മൾ കൊടുക്കേണ്ടത്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സൺഷെയ്ഡുകൾ കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം നമ്മുടെ ജനലിലേക്കും മറ്റും അടിക്കാതെ വീടിനുള്ളിലേക്ക് ലീക്കൊന്നും വരാത്ത രീതിയിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ സൺഷെയ്ഡിങ്, ലീക്ക് പ്രൂഫിങ്ങിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. മഴക്കാലം കൂടുതലുള്ള ഏരിയയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ചെയ്തിട്ടുള്ള പ്ലാനും ഡിസൈനും പ്രകാരം നമ്മൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അപ്രൂവ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ഏതാണോ അവരിൽ നിന്ന് നമ്മൾ പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നിലവിലുള്ള വീട് ചിലപ്പം ഗ്രൗണ്ട് മാത്രം കാണിച്ചിട്ടുണ്ടാവുള്ളൂ. എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചായത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്, ഇത് നിലവിൽ നമ്പറുള്ള വീടാണല്ലോ, അപ്പം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി വേറെ പേപ്പർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, ശരിക്കും നമ്മൾ എന്ത് എക്സ്റ്റൻഷൻ വർക്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം, അത് അപ്രൂവ്ഡ് അതോറിറ്റി, അത് പഞ്ചായത്ത് ആവാം, മുനിസിപ്പാലിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം, എവിടെയാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടു കൂടി, ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ സഹായത്തിൽ നിങ്ങൾ ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വർക്കൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ ചിലപ്പോൾ മേ ബി ഇത്തരത്തിൽ റീസർവേ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് വരാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്തിട്ട് മുൻകൂട്ടി തന്നെ ഈ കാര്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.
അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എക്സ്റ്റൻഷൻ വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട്, വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ എന്താ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ എന്ന് പറഞ്ഞാൽ വീട് മുകളിലേക്ക് എടുക്കണം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള സാധാ കോൺട്രാക്ടർമാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകളും എന്ത് ചെയ്യും, വേണ്ട രീതിയിലേക്കുള്ള പ്രോപ്പർ അറേഞ്ച്മെന്റ് ചെയ്യാതെ വീട് പണി തീർക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം വീടാണ്, നമ്മളെ വീട്ടിൽ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചതാണോ, അല്ലെങ്കിൽ അവരത് പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് കാണാം.